ജ്ഞാനിയായ മൂങ്ങ. ഒരു വലിയ കാട്ടിൽ ചക്കി എന്നൊരു അണ്ണാൻകുഞ്ഞുണ്ടായിരുന്നു. അവൻ എപ്പോഴും സംസാരിച്ചുകൊണ്ടേയിരിക്കും. കാട്ടിലെ ഓരോ വിശേഷവും അവനറിയാം, പക്ഷേ അവൻ ആരെയും ശ്രദ്ധിച്ചു കേൾക്കാറില്ലായിരുന്നു. അതേ കാട്ടിലെ ഒരു വലിയ മരത്തിൽ മൂപ്പൻ എന്നൊരു വയസ്സൻ മൂങ്ങ താമസിച്ചിരുന്നു. അദ്ദേഹം അധികം സംസാരിക്കാറില്ല. പകരം കണ്ണുകൾ തുറന്നുപിടിച്ച് ചുറ്റും നടക്കുന്നതെല്ലാം നിരീക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യും. ഒരു ദിവസം ചക്കി അണ്ണാൻ മൂപ്പൻ മൂങ്ങയെ കണ്ടു. "എന്താ മൂപ്പൻ മൂങ്ങ, എപ്പോഴും ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത്? ഞാൻ പറയുന്നതൊന്നു കേൾക്ക്" എന്ന് പറഞ്ഞ് ചക്കി താൻ കണ്ട കാഴ്ചകളെല്ലാം നിർത്താതെ പറയാൻ തുടങ്ങി. മൂപ്പൻ മൂങ്ങ ഒന്നും മിണ്ടാതെ തലയാട്ടിക്കൊണ്ട് എല്ലാം കേട്ടിരുന്നു. ചക്കിയുടെ സംസാരം കേട്ട് കാട്ടിലെ മറ്റു മൃഗങ്ങൾക്കുപോലും അലോസരമായി. പക്ഷെ മൂപ്പൻ ശാന്തനായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഒരു കുറുക്കൻ പതുങ്ങി ഒരു മുയൽക്കുഞ്ഞിന്റെ അടുത്തേക്ക് വരുന്നത് ആരും ശ്രദ്ധിച്ചില്ല. ചക്കി അപ്പോഴും തന്റെ വീരസാഹസങ്ങൾ വർണ്ണിക്കുന്ന തിരക്കിലായിരുന്നു. എന്നാൽ നിശബ്ദനായി എല്ലാം നിരീക്ഷിച്ചിരുന്ന മൂപ്പൻ മൂങ്ങ ഈ അപകടം കണ്ടു. അദ്ദേഹം ഒട്ടും സമയം കളഞ്ഞില്ല. മൂപ്പൻ തന്റെ സർവ്വശക്തിയുമെടുത്ത് ഉറക്കെയൊന്നു മൂളി. ആ ശബ്ദം കാട്ടിൽ മുഴുവൻ മുഴങ്ങി. ആ ശബ്ദം കേട്ട് മുയൽക്കുഞ്ഞ് ഞെട്ടിത്തെറിച്ച് ഓട്ടി രക്ഷപ്പെട്ടു. കുറുക്കൻ ഭയന്ന് കാട്ടിലേക്ക് ഓടിമറഞ്ഞു. ചക്കിയണ്ണാൻ അത്ഭുതത്തോടെ ഇതെല്ലാം നോക്കിനിന്നു. ചക്കിക്ക് കാര്യം മനസ്സിലായി. താൻ വെറുതെ സംസാരിച്ച സമയം കളഞ്ഞപ്പോൾ മൂപ്പൻ മൂങ്ങ ശ്രദ്ധയോടെ കേൾക്കുകയും നിരീക്ഷിക്കുകയും ചെയ്തതുകൊണ്ടാണ് ഒരു ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞത്. മൂപ്പൻ മൂങ്ങ ചക്കിയോട് പറഞ്ഞു, "കുറച്ച് സംസാരിച്ച് കൂടുതൽ കേൾക്കുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് യഥാർത്ഥ ജ്ഞാനം." അന്ന് മുതൽ ചക്കിയണ്ണാൻ ആവശ്യമുള്ളത് മാത്രം സംസാരിക്കാനും മറ്റുള്ളവരെ ശ്രദ്ധയോടെ കേൾക്കാനും പഠിച്ചു.